ഹായ് ഓൾ. ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാനിത് റിയാക്ട് ചെയ്തത് കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. അത് മറ്റുള്ളവരുടെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ആ താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന് പറഞ്ഞ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞു പയ്യനെ കൊന്ന സംഭവം, അതിൽ ഉൾപ്പെട്ട ആ 5 പേരെയും കൊണ്ട് ഗവൺമെൻറ് ഇന്ന് തന്നെ എക്സാം എഴുതിച്ചത് ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ 5 പേരെ പോലെ ഇന്ന് എക്സാം എഴുതേണ്ടിയിരുന്ന വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ ഷഹബാസ്. അവന് നിഷേധിച്ച ആ എക്സാം നിഷേധിച്ചത് ഈ 5 പേരാണ്. ആ 5 പേരെയും കൊണ്ട് ഇന്ന് തന്നെ എക്സാം എഴുതിച്ചത് എന്തിൻ്റെ പേരിലാ? എന്ത് നിയമത്തിൻ്റെ, എന്ത് ആനുകൂല്യത്തിൻ്റെ പേരിലാ? ബാലാവകാശം, ബാലനീതി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വഴിതെറ്റുകയാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഗവൺമെൻറ്റിനോടല്ല, ഒരു പാർട്ടിയോടും പ്രത്യേക മമതയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഉള്ള ഒരാളൊന്നുമല്ല ഞാൻ. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതാണ് പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും നിയമമായാലും എല്ലാതും. ഇന്ന് ആ കുട്ടിക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? അവൻ്റെ അച്ഛനൊരു ഇൻ്റർവ്യൂവിൽ പറയണത് ഞാൻ കേട്ടു. അവരെ കൊണ്ട് അടുത്ത കൊല്ലം വേണമെങ്കിൽ എഴുതിച്ചോട്ടെ, ഇന്ന് തന്നെ എഴുതിക്കണമായിരുന്നു എന്ന്. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എക്സാമിൽ കോപ്പി അടിച്ചാൽ പോലും ഡീബാർ ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് ആ കുട്ടിയെ മറ്റുള്ളവർ കൊലപാതകം ചെയ്തിട്ട് അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാം. അപ്പം ഈ കോപ്പി അടിച്ചിട്ട് ഈ ഡീബാർ ചെയ്യണമെന്നൊക്കെ എന്താ അതിനുള്ള അർത്ഥമുള്ളത്? കുട്ടികൾക്ക് ഒരു പേടിയില്ലാണ്ടായിരിക്കും. ഇനി ഒരു പേടി ഉണ്ടാവില്ലായിരിക്കും. ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും എക്സാം എഴുതാം, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ആ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പലരും ഈ കുഞ്ഞുങ്ങളെ ഇനി മിസ്യൂസ് ചെയ്യും. അത് ഗവൺമെൻറ് ഒന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളിൽ പല ലഹരിയും പല കാര്യങ്ങളും കയറ്റി ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ബാലനീതി ഉണ്ട് അല്ലെങ്കിൽ ആ നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യിച്ചാൽ എന്താ അപ്പം വരുന്ന വരമ്പരായികൾ എന്താ ആരും ആലോചിക്കാത്തത്? ഇന്ന് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഈ അഭിപ്രായമാവണമെന്നില്ല. വളർന്നു വരുന്ന തലമുറനെ നശിപ്പിക്കാനാണ് നോക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കുട്ടികൾക്ക് ഒരു പേടിയും ഇല്ലാതായിരിക്കുകയാണ് ഒരാളേനെ. അവർ തന്നെ അതിൽ പറഞ്ഞു കേട്ടോ, കൂട്ടമായിട്ട് വന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ നിയമങ്ങളും ഒന്നും കൂടി മാറ്റപ്പെടണം. അത്രേ ഞാൻ പറയുള്ളൂ.